ലളിതാ സഹസ്രനാമത്തിൻ്റെ പ്രാധാന്യത്തെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. എത്ര ജന്മങ്ങളിലെ പുണ്യം കൊണ്ട് മാത്രമേ ലളിതാ സഹസ്രനാമത്തോടും ലളിതാദേവിയോടൊക്കെ നമുക്കൊരു ഇഷ്ടം തോന്നുകയുള്ളൂ. ഭൗതിക സുഖങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, മോക്ഷം ലഭിക്കുന്നതിനും ലളിതാ സഹസ്രനാമം എന്നും ചൊല്ലുന്നത് വളരെ നല്ലതാണ്. വെറുതെ വാചകമടിച്ച് ഇരിക്കാതെ നല്ലത് വിഷ്ണുനാമങ്ങൾ ചൊല്ലുന്നതാണ്. ഒരു ശിവനാമം 1000 വിഷ്ണുനാമങ്ങളെക്കാൾ ശ്രേഷ്ഠവും ഒരു ദേവീനാമം 1000 ശിവനാമങ്ങളെക്കാൾ ശ്രേഷ്ഠവുമാണെന്ന് പറയപ്പെടുന്നു. ഇതിൽ നിന്ന് തന്നെ ദേവീ സഹസ്രനാമത്തിൻ്റെ പ്രാധാന്യം നമുക്ക് ഊഹിക്കാമല്ലോ. ഒന്നും പ്രത്യേകിച്ച് ആഗ്രഹിക്കാതെ ദേവീ സഹസ്രനാമം ഭജിക്കുന്നതാണ് നല്ലത്. എല്ലാ തരത്തിലുമുള്ള പ്രാരാബ്ധങ്ങളും ബാധാദുരിതങ്ങളും വിട്ടൊഴിയുന്നതാണെന്ന് പറയപ്പെടുന്നു. ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും സമാധാനവും ഉണ്ടാകും. വെറും തറയിലിരുന്ന് ലളിതാ സഹസ്രനാമം ജപിക്കരുതെന്നാണ് പറയപ്പെടുന്നത്. കമ്പിളി ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ പട്ടുതുണി ഉപയോഗിക്കാം. ദിവസവും ലളിതാ സഹസ്രനാമം ചൊല്ലി സന്തതി ഭാഗ്യം കിട്ടിയവർ വരെ ഉണ്ടെന്ന് പറയപ്പെടുന്നു. പല വിധത്തിലുള്ള രോഗദുരിതങ്ങൾ കൊണ്ട് കഷ്ടപ്പെട്ടവർക്ക് അതിൽ നിന്ന് വിമുക്തി കിട്ടിയതായിട്ടും പറയപ്പെടുന്നുണ്ട്. കലികാല വിപത്തുക്കൾക്ക് ഏറ്റവും നല്ല ഔഷധമായിട്ട് ലളിതാ സഹസ്രനാമത്തെ പറയാം.